നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫ്ലവേഴ്സ് കോമഡി ഇതൈറ്റം വേറെ. പഠിച്ചുമെടുക്കാനായി മോനെ അമ്മയെ നല്ലപോലെ നോക്കണം. അമ്മയ്ക്കിനി മോൻ മാത്രമേ ഉള്ളൂ കേട്ടോ. വലുതാകുമ്പോൾ മോനെ ആരാകാനാ ആഗ്രഹം? എനിക്ക് എന്റെ അച്ഛനെ പോലെ ഒരു പട്ടാളക്കാരനാവണം. ये योद्धाओं की भूमि है, हम बेफिक्र चले, सौ मंजिल ये इस माटी की हो के निडर चले। नस नस में घोलता जज्बा है, दिल में ये गीत है, ये डर के आगे जीत है। ये देश वीर जवानों का और बैलों का मस्तानों का, यह सदियों से ये रीत है जी, हर डर के आगे जीत है जी, डर के आगे जीत है। ये जाए वजूद में जाओ जुनून की आग जले, हम रक्षक हैं इस मिट्टी के, बस जीत की आग जले। है जीत का परचम हाथों में और दिल में गीत है, के डर के आगे जीत है। ये देश वीर जवानों का और बैलों का मस्तानों का, यह सदियों से ये रीत है जी, हर डर के आगे जीत है जी, डर के आगे जीत है, डर के आगे जीत है, डर के आगे जीत है। जागे जागे तारे जागे, किरणें आई छूने तुझको, महकी महकी कलियां महकी, खुशबू से भर जाने तुझको, जादू है तू
आंखों में है कोई सुबह मासूम सी, सौंधी सौंधी मुस्कान जो हर गम से हो अनजान सी। हर बोल में है बांसुरी, कानों में रस घोलती है मखमली तेरी छुअन, जीवन के सुर छेड़ती नाजुक सा सपना तू, छूने से दिल डरे। तुझको बाहों में लेके क्या देखूं दुनिया को, मुझको तुझ में ही दिखे सारे रंग ये दुनिया के। तू जो मूंदे पलकों को दिन में हो जाए रहना, मेरी सुबह तो चले जब भी गोले तो लेना। ഈ അമ്മ മണ്ണിന്റെ അതിരുകാക്കുന്ന ആണൊരുത്തനാകാനാണ് അവൻ ആഗ്രഹമെങ്കിൽ ആശങ്കയോടെയല്ല അഭിമാനത്തോടെ ഞാൻ അവനെ പറഞ്ഞയക്കും. ഒരു തവണ കൂടി റീത്ത് പതിപ്പിച്ചൊരു തടിപ്പെട്ടി എന്റെ വീടിന്റെ പടി കയറി വന്നാലും അഭിമാനത്തോടെ ഞാനത് ഏറ്റുവാങ്ങും. കാരണം ഞാനൊരു സൈനികന്റെ ഭാര്യയാണ്. आंधियों को चीरता हुआ मौत को भी देगा ये हरा, आज न मारे हार। എല്ലാവർക്കും ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം ഏറയുടെ ഹാപ്പി റിപ്പബ്ലിക് ഡേ വിഷസ്. ചരൺ ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ പെർഫോമൻസ്? ഈ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം നമ്മൾ ഇവിടെ കോമഡി സ്കിറ്റുകൾ ചെയ്യാൻ വേണ്ടി വരാൻ നേരത്ത് ഓരോരോ ക്യാരക്ടേഴ്സായിട്ട് നിൽക്കുന്നവർ ഇതുപോലൊരു ഫീലിൽ അല്ലെങ്കിൽ ഇതുപോലൊരു മൂഡിൽ വന്നപ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ് ജീവ. അത് നമ്മളെ സംബന്ധിച്ചൊരു വലിയൊരു ഹാപ്പിനെസ് ആണ്. കാര്യം ഏതൊരു ഒക്കേഷനിലും നമ്മുടെ ഈ ടീം ചെയ്യുന്നൊരു കാര്യം, അതിപ്പം ഓണം ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, ന്യൂ ഇയർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളിലൊന്നാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഈ ടീം വന്നിട്ട് വളരെ മനോഹരമായ ഒരു കൊറിയോഗ്രാഫി ചെയ്തൊരു നൃത്തം, അതോടൊപ്പം കുറച്ച് ഡയലോഗ്സ്, ഒപ്പം നമ്മുടെ ജോണേട്ടൻ ഗാന്ധിയപ്പൂപ്പനായിട്ട് വന്നിരിക്കുന്നു. അതെല്ലാം നമ്മുടെ സ്വന്തം ആളുകളാണ്. അപ്പോൾ ഒരുപാട് ഫീൽ ചെയ്തു. എന്തിനു വേണ്ടിയും കൊണ്ട് നിർത്താവുന്ന ആളുകളാണ് എന്ന് നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന, വളരെ അഭിമാനത്തോടു കൂടി ചിന്തിക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണ്. പൊളിയാണ് കേട്ടോ, നിങ്ങളെല്ലാവരും അടിപൊളിയാണ്. ഒരുപാട് ഹാപ്പിയായി, ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വക റിപ്പബ്ലിക് ഡേ ആശംസകൾ നേരുന്നു. താങ്ക് യു ഷാജൻ ചേട്ടാ. പ്രചോദേട്ടാ, ജീവ, ഭയങ്കര സന്തോഷം തോന്നുന്നു. കാര്യം നമ്മുടെ ടീം അംഗങ്ങൾ വന്ന് ഈ പെർഫോമൻസ് ചെയ്തുമ്പോൾ പ്രത്യേകിച്ച്
ഇങ്ങനൊരു കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇവരിന്ന് ഡാൻസ് ആയാലും അതിന് ഗംഭീരമായിട്ടത് ചുവട് വെച്ചുകൊണ്ട് എല്ലാവരും ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞു ഇത് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ, ഇങ്ങനെ ഒരു പരിപാടി ഇന്ന് ഈ വേദിയിലുണ്ടെന്നുള്ള കാര്യമാണ് സത്യം. ഇത് ഡയറക്ടർ അർജുൻ സാർ നമുക്ക് വന്നൊരു സർപ്രൈസ് തന്നെയായിരുന്നു. എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് മാത്രം പറഞ്ഞു, പക്ഷേ അത് ഇത്രയ്ക്ക് കോർഡിനേറ്റ് ചെയ്ത് ഇത്ര മനോഹരമായിട്ട് ഇവർ ചെയ്യുന്നുള്ള കാര്യം അറിഞ്ഞു. നല്ലൊരു ആക്ടായിരുന്നു, ഉഗ്രൻ ആക്ടായിരുന്നു. അർജുൻ സാർ, താങ്ക് യു സോ മച്ച്. റിപ്പബ്ലിക് ഡേ അനുബന്ധിച്ച് നമ്മുടെ ആളുകളെ തന്നെ വെച്ച്, ഒപ്പം നമ്മുടെ ഡാൻസേഴ്സും നമ്മുടെ മാസ്റ്ററൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ ആളുകളെ തന്നെ വെച്ച് ഇതേപോലെ ഒരു ആക്ട് ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. അടിപൊളിയായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ എഫേർട്ടിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണമല്ലോ. തീർച്ചയായിട്ടും ശശാങ്കന്റെ ഒക്കെ പെർഫോമൻസ് വളരെ ശശാങ്ക അടിപൊളിയായിരുന്നടാ. നിന്നെ ഇങ്ങനെ കണ്ടിട്ടില്ല ആക്ച്വലി, അതുകൊണ്ട് എടുത്ത് പറഞ്ഞാണ്. കാര്യം നമ്മുടെ ഗ്രൂമേഴ്സിൽ നമ്മുടെ എല്ലാ പിള്ളേരും വരുമ്പം പറയുന്നൊരു പേരാണ് ശശാങ്കന്. അതെ അതെ, ശശാങ്കനെ ഇവരോടൊപ്പം ഇതുപോലൊരു പെർഫോമൻസ് കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ശശാങ്കൻ. ബിജുക്കുട്ടൻ ചേട്ടാ, സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ മിമിക്രിക്കാരൊക്കെ മിക്കവാറും ഡ്രോയിങ് ചെയ്യും, അതുപോലെ ഡാൻസ് ചെയ്യും, പാട്ട് പാടും, ഇതൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ അതേപോലത്തെ ഒരു ഡാൻസ് അല്ല ഇവിടെ കളിച്ചത്. ഭയങ്കര ഫീല്. കാരണം ഒന്നാമത് ഏത് ദിവസം എന്നുള്ള അറിയാം. ആ ഒരു ഫീല് നമ്മൾ ആദ്യം തുടങ്ങി അവസാനം വരെ അത് മെയിൻറ്റെയിൻ ചെയ്ത്, അവസാനം നിൽക്കുന്നത് നമ്മുടെ മിമിക്രിക്കാരാണെന്ന് ആലോചിക്കണം. അപ്പോൾ അവരത് മെയിൻറ്റെയിൻ ചെയ്ത് ഇത്രയും കൊണ്ടുവരാന്ന് വെച്ചാൽ എനിക്ക് അത്ഭുതപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട്. പ്രസാദൊക്കെ ഡാൻസ് കളിക്കുമെന്ന് എനിക്കറിയാം. പ്രസാദ് ഡാൻസ് കളിക്കണം, ഞാൻ ഡാൻസ് കണ്ടിട്ടുണ്ട് പ്രസാദിൻ്റെ. ബാക്കി എനിക്ക് ആരും അങ്ങനെ അതെ, നമ്മളിപ്പോ സാധാരണ ഒരു ഡപ്പാങ്കുത്തിൽ വന്ന് കളിക്കണ പോലെ അല്ലല്ലോ ഇത്. ഭയങ്കര ഫീലായിരുന്നു നിങ്ങൾ ചെയ്തപ്പോ. ഭയങ്കര രസമായി, ഭയങ്കര സന്തോഷമായി. നമ്മുടെ കുഞ്ഞുങ്ങള് അതെ അതെ അതെ, നമുക്ക് കോമഡി ചെയ്യുന്നവർക്കെല്ലാം പറ്റും എന്നുള്ളതിന് മറ്റൊരു തെളിവ് കൂടിയാണ് സത്യം പറഞ്ഞ ഈ ഒരു ആക്ട്. അടിപൊളിയായിരുന്നു. എല്ലാവർക്കും കെട്ടിപ്പിടിച്ചു പൊളിയായിരുന്നു. അപ്പോൾ ഇവരുടെ ഈ ഒരു എഫേർട്ടിന് നമ്മുടെ എല്ലാവരുടെയും വക നല്ലൊരു കയ്യടി. ഞാൻ ഒരിക്കൽ കൂടെ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയുടെ റിപ്പബ്ലിക് ഡേ വിഷസ് എല്ലാ ഭാരതീയർക്കും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ നമ്മുടെ വലിയ ടീമിന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ലിറ്റിൽ സൂപ്പർ സ്റ്റാർസിന്റെ ഒരു ടീമാണ് വരാൻ പോകുന്നത്. ചെറിയ ടീമിൽ ഓൾറെഡി ഗോൾഡ് അടിച്ച ടീമാണ്. ഓക്കെ, സൈന്ധവ് ഉണ്ട്, ദേവി ലക്ഷ്മി ഉണ്ട്, കൂടെ ഇത് ഐറ്റം വേറെ. നീ പാടാതെ പാടുന്ന പാട്ടിൽ ഈ ചോളങ്ങൾ ചാഞ്ചാടും ചന്തം. ഈ കുംഭമേളയ്ക്ക് വന്നാൽ മതി, കുംഭമേള കണ്ടിട്ട് പോകണം, അല്ലാതെ എന്റെ മോളെ അല്ല കാണാൻ പറ്റും. ഇവള് ഈ പരിപാടി പിന്നെ തുടങ്ങിയോ? ഇടി എന്തോടി നീ കാണിക്കുന്നേ? ഞാൻ എന്തോ ചെയ്തെന്ന് അച്ഛനീ പറയുന്നേ? നീ എന്തോ ചെയ്യുന്നു? ഇടി കുടുംബമേളയ്ക്ക് മാല വിൽക്കാൻ വന്നയാണെങ്കിൽ കുടുംബമേളയാ അല്ല, കുംഭമേളയ്ക്ക് മാല വിൽക്കാൻ വന്നാണെങ്കിൽ മാല വിൽക്കണം, അല്ലാതെ ഇങ്ങനെ വൈറലാവാനല്ലേ നോക്കേണ്ടത്. അച്ഛൻ വിചാരിക്കണത് വൈറലാവാൻ ഞാൻ എന്തോ ചെയ്യണം എന്നാണ്. എന്നാ അതല്ല, നാട്ടുകാർ കാരണമാണ് ഞാൻ വൈറലാവണത്. നാട്ടുകാർ നിന്നെ വൈറലാക്കുന്ന സമയത്ത് ഓരോരോ മാല വെച്ച് മേടിച്ചിരുന്നെങ്കിൽ ഇല്ല കാണുന്ന ട്രെയിനില്ലേ അതിന്റെ അകത്ത് കള്ളവണ്ടി കയറി പോകണ്ടായിരുന്നു. പോയാ മതിയായിരുന്നു. എന്താ 2 ദിവസം റെയിൽവേ സ്റ്റേഷനിൽ വരാത്തത്? അത് മോളെ, ഈ അച്ഛനാണെങ്കിൽ പുതുപ്പ് കച്ചവടത്തിന് ബിജുക്കുട്ടൻ ചേട്ടനെ വീട്ടിൽ ചെന്നു. രാത്രിയായപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്നപ്പോ പുള്ളിക്കാരൻ വിചാരിച്ചു കുറുവാ സംഘമാണെന്നും പറഞ്ഞ് എന്നെ പിടിച്ചും കൊടുത്തു പോലീസിന്. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് കയ്യും കാലും ഒക്കെ പിടിച്ചിട്ടാണ് തിരിച്ചു വന്നത്. ഞാൻ ചെളി പെരട്ടി അവനെ അച്ഛന് ഇഷ്ടമല്ലെന്ന് എന്നെ തോന്നണത്. ചെളി പെരട്ടി വൈറലാവണ ആൾക്കാരെ വിളിക്കൂലേ ചെളി പെരട്ടി? എന്റെ പൊന്നു തമ്പുരാനെ, അത് സെലിബ്രേറ്റി. അറിയാത്തവൾ എങ്ങനാണോ ദൈവമേ വൈറലായത്. അച്ഛന് ഭയങ്കര കുശുമ്പാണ്. കുശുമ്പെടുക്ക എന്റെ അടുത്തേക്കുന്ന ജില്ലാ കളക്ടർ അല്ലയോ? അച്ഛന് ഗ്ലാമർ ഇല്ല, എനിക്ക് ഗ്ലാമർ ഉണ്ട്, അതിന്റെ കുശുമ്പ്. പിന്നെ എന്റെ കണ്ണ് കണ്ടിട്ടാണ് എല്ലാ ആൾക്കാർക്കും എന്റെ അടുത്ത് ഇത്രയ്ക്ക് സ്നേഹം. നിന്റെ ഈ 2 കണ്ണിന്റെ പുറകിൽ ഓരോരോ 10,000 കണ്ണ് പുറകിലുണ്ട്. ആ കണ്ണുകൾ കാരണം എന്റെ ഈ 2 കണ്ണിന് റെസ്റ്റ് ഇല്ല. അതെന്താ? നിന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുന്നുള്ള പേടി എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ നോക്കിയിരിക്കുക കണ്ണും തള്ളി. പിന്നെ മോളെ ഒരു കാര്യം ചിന്തിച്ചല്ലേ, ട്രെയിൻ വരാറോ? ചെല്ലു പോ. വേണ്ട അച്ഛാ, ഞാൻ ഇവിടെ നിന്നോളാം പ്ലീസ്. നിക്കണ്ട അച്ഛൻ എന്തോ നീ പറഞ്ഞു വിടുന്നതെന്ന് പറയട്ടെ. അതായത് മോളെ, നാട്ടിൽ ചെന്ന് 4 ആൾക്കാരെ വിളിച്ച് അന്തസ്സായിട്ട് നിന്റെ കല്യാണം നടത്തണം. അത് ഏതെങ്കിലും നല്ല പൊരിക്കച്ചവടക്കാരനെ കൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാമ്പാട്ടിയെ കൊണ്ടോ, അല്ലെങ്കിൽ
നല്ല അന്തസ്സുള്ള ഒരു തറവാട്ടി പറഞ്ഞ പാനിപൂരി കച്ചവടക്കാരൻ അതാണ് അച്ഛന്റെ ആഗ്രഹം. സന്തോഷമായോ? പിന്നെ ഭയങ്കരമായിട്ട് സന്തോഷായി. പറയണ കേട്ട ടാറ്റയുടെ അമ്പാനിയുടെ പേര് പറയണ പോലെയാണ് പറയണത്. കിടപ്പാടമുള്ളവനെ കൊണ്ട് എന്നെ കെട്ടിച്ചേരത്തില്ലല്ലോ. എന്നാ മോക്ക് കിടപ്പാടമുള്ള നല്ലൊരു ഒരുത്തനെ കെട്ടിച്ചു തരാം. അതിനുവേണ്ടി എന്റെ കിടപ്പാടം വിറ്റിട്ടാലും ഞാൻ കെട്ടിച്ചു തരും മോളെ. അയ്യ കിടപ്പാടം 8 കാലത്തീറ്റ പ്ലാസ്റ്റിക് ചാക്ക് വിറ്റാ എന്തോ കിട്ടും. മോളെ ഇനി കുറച്ചു നേരം ഇവിടെ അധികം നിൽക്കേണ്ടതാണ്. ട്രെയിൻ വരാതെ ചെല്ലു പോ. അച്ഛാ വേണ്ട അച്ഛാ, ഞാൻ ഇവിടെ നിന്നോളാം. ചെല്ലു ചെല്ലു പോ 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 പോ. ഞാൻ വിടത്തില്ല. ആരത്? അതവനല്ലേ? ഏതാവൈ? കുടുംബമേള തുടങ്ങി ദിവസം തൊട്ട് എന്റെ പുറകെ നടക്കുക. എനിക്ക് കല്യാണം കഴിക്കണം പ്രേമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും എന്റെ പുറകെ നടക്കുക. ദോണ്ട വരണേ. കണ്ട് രണ്ട് കണ്ണ് കണ്ട് രണ്ട് കണ്ണ് കഥകിൻ മറവില് നിന്ന് കരിനില കണ്ണുള്ള പെണ്ണ് കുറുനിര പരത്തണ പെണ്ണ്. നിങ്ങക്ക് എന്തായാലും ഞാൻ ഭാവിയിൽ കെട്ടാൻ പോകുന്ന പെണ്ണാണല്ലോ. മാറിയില്ല അങ്ങോട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അത് നീ അങ്ങ് തീരുമാനിച്ചാ മതിയോടെ. സോറി, അതങ്ങനെയല്ലേ പറയണ്ടേ. അത് നീ അങ്ങ് തീരുമാനിച്ചാ മതി. ആമാ ഞങ്ങളെ പിരിക്കരുത്. നിന്നെയൊക്കെ പിരിക്കാൻ ഞാൻ എന്തൊരു രസീത് കുറ്റി. നല്ല സാധനം. ഇവളെ അച്ഛനായോണ്ട് ഞാൻ ഈ കുറ്റിക്കുള്ള മറുപടി തരുന്നില്ല. ചെറുക്കനെ ഞങ്ങള് നാടോടികള്. എങ്ങനെയായിരിക്കും നാട്ടിലുള്ള കണ്ണം തിരിവും കാണിച്ചാണ്. കയ്യിലിരിപ്പ് നന്നായിരിക്കും. ഇങ്ങനെ കിടന്ന് നാടോടണോ? എവനോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ പോയി ടിക്കറ്റ് എടുക്കാൻ പോകും. സൂക്ഷിച്ച് നിക്കണേ. താങ്ക്സ്. എന്തിന്? എനിക്ക് വൈറൽ വീഡിയോ എടുത്ത് തന്നതിന്. ഇനിയെങ്കിലും എന്നെ ഒന്ന് ഇഷ്ടമെന്ന് പറഞ്ഞൂടെ? അതിരിക്കണ ഏതെങ്കിലും ഒരു മാല എടുത്തിട്ട് കഴുത്തിലിട്ടാ പോരെ. അവിടെ തീർന്നില്ലേ വിഷയം? എനിക്കിഷ്ടമാ. ശരിക്കും ശരിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്തോന്ന്? എന്റെ അച്ഛനെ വളച്ച് കുപ്പിയിലാക്കണം. നിന്റെ അച്ഛനെ വളച്ച് കുപ്പിയിലൊന്നും ആക്കാൻ പറ്റില്ല. വേണമെങ്കിൽ നിന്റെ അച്ഛൻ ഒരു കുപ്പി തരാം. ഈ ഡ്രസ് ഇട്ടിട്ട് എന്തെങ്കിലും ഹിന്ദി പറയണ്ടേ? അല്ലെങ്കിൽ ഭഗവാനെ പാമ്പിനെ പിടിച്ചിട്ടുണ്ടോ? അയ്യോ എനിക്കൊന്നും പാമ്പിനെ പിടിക്കാൻ അറിഞ്ഞൂടാ. പിന്നെ ഈ ഇങ്ങനെ ആക്കുന്ന സാധനത്തിന്റെ പേര് മറന്നുപോയില്ല. അയ്യോ അതിന്റെ പേര് ഞാൻ ഇപ്പൊ പറയാം. മടുകി. മടുകിയാ? അയ്യോ എന്റെ പിന്നെ എനിക്കൊന്നും അറിഞ്ഞൂടാ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്റെ അച്ഛൻ പറഞ്ഞേ പാമ്പാട്ടി ആയിട്ടുള്ള ഒരുത്തന്റെ കൂടെ കെട്ടിച്ചേരുള്ളൂ. അയ്യോ ഞാൻ ഇനി എന്തോ ഇവനിപ്പോ എന്താ ടിക്കറ്റ് കിട്ടി. എന്തായാലേ മോള് പെട്ടെന്ന് വരാൻ പോക ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് വെച്ച് പൊക്ക 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 ഇവിടെ നോക്കൂ. അച്ഛാ പ്ലീസ് അച്ഛാ, ഞാൻ പോണില്ല. പൊക്ക മോളെ. ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്നാടാ നീ കാണിച്ചു? ഈ മകുടി വായിക്കാൻ അറിയത്തില്ല. പക്ഷെ ഞാൻ അത് വാഗുണ്ടോ സൗണ്ട് ഉണ്ടാക്കും. എങ്കിലും എനിക്ക് അവളെ ഒന്ന് കെട്ടിച്ചു നിങ്ങളെങ്ങാലും അവളെ ട്രെയിന് കയറ്റി വിട്ട അവള് പോണ അതേ ട്രെയിനിൽ ഞാൻ തല വെച്ച് ചാവും. നിങ്ങളെ പേരെഴുതുകയും ചെയ്യും. അച്ഛാ ഇങ്ങനെ എനിക്ക് വേണ്ടി ചാവാൻ നിക്കണ ഒരു മനുഷ്യനല്ലേ? എങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടാ. പറ. എനിക്കിഷ്ടമാ. പക്ഷെ ഒരു കണ്ടീഷൻ. എന്തോന്ന്? അച്ഛനെയും കൂടി നമ്മളെ കൂടെ കൂട്ടണം. അതിനിപ്പോ എന്താ പ്രോബ്ലം? ഹീസ് മൈ ഫാദർ ആൾസോ. കോൾ ഹിം. അച്ഛാ എന്താ മോളെ? അതായത് ഞാൻ ഈ ആരുടെയും വീട്ടിൽ പോയി കിടന്നിട്ടൊന്നുമില്ല. എനിക്ക് എന്റെ കട്ടിൽ കിടന്നാണ് ശീലം. ചാക്കി കിടന്ന് മതിയായില്ലേ? അതായത് എന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന അത്ര സുഖം കിട്ടുന്നില്ല. വേണേ നിങ്ങൾ നിർബന്ധിച്ചോണ്ട് ഞാൻ വരാം. പക്ഷെ ഞാൻ വരുമ്പം എന്റെ വൈഫൂടെ വരണം. അമ്മയല്ലേ? അമ്മയും കൂടെ നമ്മുടെ കൂടെ വന്നോട്ടെ. പിന്നെ വേറെ 2 പേരും ഇവിടെ ഉണ്ട്. എവളുടെ ആങ്ങളമാരും. ഒരുത്തൻ PP വിൽക്കുന്നതും മറ്റൊരുത്തൻ ചണ്ട വിൽക്കുന്നതും. അവിടെ അമ്മമാർക്ക് ഒറ്റയ്ക്കൊന്നും വെച്ച് കളമാനൊന്നും അറിയത്തില്ല. അപ്പൊ അമ്മമാരെ കൂടെ കൂട്ടാമോ മോന്റെ വീട്ടിലോട്ട്? ശരി അളിയന്മാരല്ലേ? വരട്ടെ. പിന്നെ വേറൊരു കൊണ്ട് എവളുടെ അപ്പൂപ്പൻ. പുള്ളിക്കാരനാണ് തളർന്ന് കിടക്കുക. അപ്പൊ പുള്ളിക്കാരനെ കൂടെ കൊണ്ടുവരണം. പുള്ളിക്കാരനെ വയ്യാത്തയാണ് മോനെ. ശരി അപ്പൂപ്പനും വരട്ടെ. പിന്നെ എന്റെ വകയിലെ ഒരു അനിയനുണ്ട്. അവൻ എന്നെ ചുറ്റിപ്പറ്റിയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ അവന് ഞാൻ വരുമ്പോഴത്തേക്ക് ഒരു ബോറടിയൊക്കെ ആകത്തില്ല മോനെ. അപ്പൊ അവനെ കൂടെ കൊണ്ടുവരാൻ പറ്റുമോ? ശരി. അല്ല
അറിയാൻ പാടില്ലാത്തോണ്ടൊരു കാര്യം ചോദിക്കുന്നത്. ഇനി നിങ്ങളുടെ വീട്ടിൽ വല്ല ആടും പശുവും ബാക്കിയുണ്ടോ? ആ, ഇനി ബാക്കിയുണ്ടെങ്കിൽ അതിനെയും കൂടെ വിളിച്ചോണ്ട് വാ. എന്തിനോട് വെറുതെ അതിനെ മാത്രം അവിടെ ഇട്ടിട്ട് വരണത്? എന്റെ ഭഗവാനെ, ഒരുത്തിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു ഒരു കൊച്ചു കുടുംബമായിട്ട് ജീവിക്കണോന്ന് വിചാരിച്ചപ്പോ എന്റെ തലയിൽ ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിനെ കൊണ്ട് തലയിൽ കേട്ടുന്നേ. ഗ്രാമം വന്ന് തലയെ വെച്ചാ എന്താ? ഈ കല്യാണം കഴിക്കുമ്പോ ആരാ വയറിൽ താരത്തിനല്ലേ? ഇവള് വയറ് താരമാണ്, അത് ഞാൻ സമ്മതിക്കാം. പക്ഷെ ഇങ്ങോട്ട് വരുന്ന ടീമിന്റെ ഒക്കെ വയറിൽ വല്ലതും ഇട്ട് കൊടുക്കേണ്ടത് ഞാനല്ലേ? അത് നീ എവിടെ തന്നെ കല്യാണം കഴിക്കുന്നു പറഞ്ഞോണ്ട് നടക്കുമ്പോ ആലോചിക്കണമായിരുന്നു. അയ്യോ, ഒരു പഞ്ച് കിട്ടിയില്ല. നല്ല കിടിലൻ സ്കിറ്റ് ആയിരുന്നു. ഒരു നല്ല കൈഡി പ്രചോദേട്ടാ. സൈന്ധവേ, അനന്യ, ഈ പുതിയ കുട്ടിയുടെ പേര് എനിക്കറിയില്ലായിരുന്നു. ദേവൻ ലക്ഷ്മണൻ. ദേവലക്ഷ്മണൻ. ദേവൻ ദേവിലക്ഷ്മി ദേവലക്ഷ്മി ഭയങ്കര ഉഴപ്പാണ്. ഇപ്പൊ നിങ്ങൾ സൈന്ധവേ, ദേവലക്ഷ്മി ഇപ്പൊ ഇവിടെ പോയി നിങ്ങളോട് 2 സ്കിറ്റിനില്ലായിരുന്നു കഴിഞ്ഞ ദിവസം. എന്താണ് പറ്റി പറ കേട്ടോ. അത് അനന്യ, പറ നിങ്ങൾ അതിന്റെ റീസൺ പറഞ്ഞു. എന്നോട് അവളുടെ അമ്മ പറഞ്ഞ് പരീക്ഷയുണ്ട്, അപ്പൊ അതിനായിരുന്നു. എന്റെ അമ്മയിലെ തോന്നിക്കണം. ഇൻസ്റ്റ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും അവള് കണ്ട ഇവിടെ എല്ലാം പോയി കറങ്ങിയൊക്കെ നിൽക്കും. വണ്ടർലേ പോയി, എല്ലായിടത്തും പോയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദേവിലക്ഷ്മി അല്ലേ നമുക്ക്? ഇവ മൊത്തം തള്ളാണ്, ആരും വിശ്വസിക്കില്ലേ? പുഴുവാണ്, പുഴു. അപ്പൊ എന്തായാലും ദേവ 3 പേരും പൊളിച്ചടിക്കുക കേട്ടോ. അടിപൊളിയാണ്, അടിപൊളി. ആദ്യം കൈഡി തരേണ്ടത് ഈ കണ്ടന്റിനാണ് കൈഡി. കാര്യം ഫ്രഷ് അതായത് ഇപ്പോൾ മൊണാലിസ എന്ന് പറയുന്നത് കുംഭമേളയ്ക്ക് വന്ന് ഏറ്റവും അധികം വൈറലായി നമ്മൾ കണ്ടതാണ്. മാല വയ്ക്കാൻ വേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി കേട്ടോ. കാര്യം നമ്മൾ ഈ പ്രൊഫഷണലായിട്ട് കളിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നിങ്ങളെക്കാൾ സീനിയറായിട്ട് ആൾക്കാർ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ ചിന്തിച്ചത് കളിച്ചു. അന്നിക്കുട്ട നല്ല രസമുണ്ട് മോള്, നല്ല മിടുക്കിയായിട്ട് മോള് മേക്കപ്പൊക്കെ ചെയ്ത്. സൈന്ധവേ, മോൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്തെങ്കിലും സാധനം പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത് ഇതിങ്ങനെ അല്ലല്ലോ പറയേണ്ടത്, ഇങ്ങനെയാണ് പറയേണ്ടത്. ഈ സാധനം എന്നൊക്കെ പറഞ്ഞാൽ ഒരു സാധനം പറഞ്ഞിട്ട് അതിലേക്ക് കണക്ട് ചെയ്യുന്നൊരു കൗണ്ടർ എന്ന് പറഞ്ഞാൽ അത് നമ്മളെക്കാൾ ചിരിച്ച് വിളിക്കുന്ന പ്രേക്ഷകരാണ്. ദേവലക്ഷ്മി, മോള് ഗംഭീരമായിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ വന്നു. നിങ്ങളുടെ പ്രസൻറ്റേഷൻ, അതായത് ഇതിനകത്തൊരു സറ്റയറായിട്ടുള്ളൊരു ഇഷ്യൂ വന്നിട്ട് അത് പെട്ടെന്ന് സ്കിറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അതിന് നമുക്കൊരു റിസ്ക് ഉണ്ട്. ആ റിസ്ക് നിങ്ങൾ 3 പേരിൽ നിങ്ങൾക്ക് ഒരു ടെൻഷൻ, നിങ്ങൾ കളിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതെങ്ങനെ ആയിത്തീരും, എന്താണ് ഇതിൻ്റെ റൂട്ടുകൾ. നിങ്ങൾ യാതൊരു ടെൻഷനും ഇല്ലാതെ ഒരു തെറ്റ് പോലും ഇല്ലാതെ ഗംഭീരമായിട്ട് ചെയ്തു. അടിപൊളിയായിരുന്നു 3 പേർ. ഇപ്പം എനിക്ക് 3 പേരുടെ മേക്കപ്പിന് ഒരു കൈയ്യടി കൊടുക്കണം. താങ്ക് യു ചേട്ടാ. അനന്യ മോളെ, സൈന്ധവേ, ദേവിക്കുട്ടി, ഉഗ്രം സ്കിറ്റാണ്. അനന്യ മോള് പൊള്ളിച്ചടിക്കുന്നു. ഉഗ്രനായിരുന്നു. ഇപ്പൊ വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഒരു കാര്യമാണ് നിങ്ങൾ എടുത്ത് സ്കിറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പൊ അതിനകത്തൊരു സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അനന്യമോളത് ഉഗ്രനായിട്ട് ചെയ്തു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു, നന്നായിട്ട് ചെയ്തു. ഒരു മിസ്റ്റേക്ക് പോലും വരുത്താതെ എല്ലാം ഭംഗിയായിട്ട് ചെയ്തു. ഓക്കെ സൈന്ധവേ, ചക്കര നീ ഓൾവേസ് അടിപൊളിയാണ്. ഇന്ന് അതേപോലെ തന്നെ അച്ഛൻ്റെതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും ഡയലോഗ് പ്രസന്റേഷനും ബോഡി ലാംഗ്വേജും എല്ലാം ഉഗ്രനായിരുന്നു. അതുപോലെ തന്നെ ദേവൻ നന്നായിരുന്നു മോനെ. ഫസ്റ്റ് വരവാന്ന് പറയത്തെ. ഫസ്റ്റ് വരവാന്ന്. ദേവിക്കുട്ടി നന്നായിരുന്നു കേട്ടോ മോളെ, നന്നായിരുന്നു. 3 പേര് നന്നായിട്ട്. നിങ്ങളുടെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നല്ല രസമാണ്. നല്ല പൊട്ടിച്ചിരികളുണ്ടായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ചേട്ടാ മക്കളെ, നിങ്ങൾ 3 പേരും പൊളിച്ചടുക്കി. കിഡിലനായിരുന്നു, കിഡിലൻ. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിതൊക്കെ എപ്പോഴും ഇന്നലെ മിനിഞ്ഞാന്ന് വരെയും ഇത് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ആ ഒരു സംഭവം എടുത്തതിൽ തന്നെ ആദ്യം തന്നെ ഒരു കൈയടിയുണ്ട്. അത് ഗ്രൂമേഴ്സിനും നിങ്ങൾക്ക്. പിന്നെ നിങ്ങളുടെ ഗെറ്റപ്പ് ഓരോരുത്തരും നല്ല കിടുകനായിരുന്നു. അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇതല്ല, ഇങ്ങനെ ഒരു അച്ഛൻ ഉണ്ടാവല്ലേ. ഈ മീശ ഇങ്ങനെ നരച്ചത് ഇവർക്കൊന്നും ആദ്യം വയറൊന്നും ഉണ്ടാവൂല, കറക്റ്റ് ആയിരിക്കുള്ളൂ, സ്ട്രൈറ്റ് ആയിരിക്കുള്ളൂ. ഓള് അതുപോലെ തന്നെ അടിപൊളി. ഇയാളും കിടുക്കനായിട്ടുണ്ട്. വൈറലായിട്ട് നിൽക്കുന്ന ആ പെൺകുട്ടിയുടെയും സൗന്ദര്യമുണ്ട് മോളെ കാണാൻ. എന്റെ ദൈവമേ, ഇത് പറഞ്ഞിട്ട് ബിജുക്കുട്ട ചേട്ടൻ അങ്ങ് പോകും. കിടന്ന് ജീവ തള്ളിന്റെ ആൾക്കാരാണ്. കോസ്റ്റ്യൂം സെലക്ഷൻ ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കമ്മല് മാല. എത്ര മാല ഇട്ടുണ്ടോ? എത്ര മാല ഉണ്ടത്? കല്യാണ പെണ്ണിനേക്കാളും കൂടുതൽ. പക്ഷെ മാലയില് ഞാൻ ഇവിടെ മാർക്ക് കൊടുത്തേക്കുന്നത്. അത് മാലയൊരു മാലയില്ല, ഇഡിലിത്തട്ട. എന്തായാലും ഗ്രാൻഡ് ആണ്. ഓരോ കൗണ്ടറുകളും അടിപൊളിയായിരുന്നു. ഇതിനകത്ത് തമാശകളെ ഉണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞാല്. 3 പേരും പൊളിച്ചടുക്കി. ഓൾ ദ ബെസ്റ്റ്.
അപ്പൊ നമുക്ക് ചോദിക്കാം. മേടിക്കാം. ഓക്കെ, വാങ്ങിക്കാം. എന്നാ പിന്നെ നമുക്ക് കൈ അല്ല, അതിന് മാർക്കിന് മുൻപ് ഒരു സന്തോഷ വാർത്ത കൂടി പറയാനുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സിന് നമ്മുടെ ഫാമിലിക്ക് മൊത്തത്തിലുള്ളൊരു സന്തോഷ വാർത്തയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളും കൂടി ഈ വേദിയിൽ വേണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. നമ്മുടെ സൈന്ധവിന്റെ അച്ഛൻ മിസ്റ്റർ നമ്മുടെ സനീഷിനെ കൂടെ ഈ വേദിയിലേക്ക് വന്നാൽ വളരെ സന്തോഷം. തീർച്ചയായിട്ടും. സനീഷേ, എന്തൊക്കെയുണ്ട് വിശേഷം? വളരെ സന്തോഷമുണ്ട്. സുഖമായിട്ട് പോകുന്നു അല്ലേ? സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഒരു സന്തോഷമുള്ളൊരു കാര്യം പറയാനും കൂടിയാണ് സനീഷിനെയും കൂടെ ഒന്ന് വിളിച്ചു നിർത്തണം എന്ന് വിചാരിച്ചത്. മറ്റൊന്നുമല്ല ജീവ, നമ്മുടെ ഈ ഫ്ലോറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ പ്രോഗ്രാം ഒരുപാട് ജനങ്ങൾ ഏറ്റെടുത്തു. ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ പ്രോഗ്രാം കണ്ട അഭിപ്രായങ്ങൾ പറയുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ വന്ന ആർട്ടിസ്റ്റുകളെ അവരൊരുപാട് സ്നേഹിക്കുന്നു. അപ്പോൾ ഇതിനോടൊപ്പം ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ഇമോഷനും നമ്മുടെ പ്രേക്ഷകർ അത് ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ? അതിന് തെളിവാണ്. നമ്മൾ വേറൊരു എപ്പിസോഡ് നമ്മൾ പറഞ്ഞു, നമ്മുടെ കൊച്ചുപ്രദീപ് ഒരു വീടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പ്രജോദ് ഒരു പള്ളിയിലച്ചനോട് വിളിച്ച് പറഞ്ഞിട്ട് പള്ളിയിലച്ചൻ നമ്മുടെ രാജേഷ് കൊട്ടാരത്തിനൊരു വീട് വെക്കാനുള്ള സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മുടെ സൈന്ധവിൻ്റെ ഫാമിലിയെ പറ്റി, നമ്മുടെ സനീഷിൻ്റെ ഫാമിലിയെ പറ്റി നമ്മുടെ ഒരു എപ്പിസോഡ് നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ എല്ലാവരുടെയും സുഹൃത്തായ ഫ്ലവേഴ്സിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ബിൽഡേഴ്സാണ് നമ്മുടെ കോഴിക്കോട് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ബിൽഡിംഗ് ഡിസൈനേഴ്സ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ്. അപ്പോൾ അവർ നമ്മുടെ അർജുൻ സാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ പറഞ്ഞിരിക്കുകയാണ് സൈന്ധവിന് ഒരു ഉഗ്രൻ ഈ ബിൽഡിംഗ് ഡിസൈനേഴ്സിനെ കുറേ വർഷങ്ങളായിട്ട് എനിക്കും പ്രചോദനം ബിജുക്കുട്ടനും ഒക്കെ പരിചയമുള്ളതാണ്. കാരണം മാ എന്ന സംഘടനയുണ്ട്, മിമിക്രി അസോസിയേഷൻ. അപ്പം ഞങ്ങൾക്ക് എല്ലാ വർഷവും ഓരോ വീടില്ലാത്ത ഒരു മിമിക്രിക്കാരന് വീട് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് ബിൽഡേഴ്സാണത്. മുരളിച്ചേട്ടൻ, മിസ്റ്റർ മുരളി സാറാണ് അതിൻ്റെ MD. അപ്പം മുരളി സാറാണ് വിളിച്ച് അർജുൻ സാറിനോട് പറഞ്ഞത് ഇങ്ങനൊരു കാര്യം ചെയ്തു കൊടുക്കാമെന്ന്. എന്നെയും വിളിച്ച് പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു വീട് എന്ന് പറയുമ്പോൾ അല്ലേ, ഒരു 2 മുറി ഒരു വീട് കാര്യങ്ങളാണ്. പക്ഷെ ബിൽഡിംഗ് ഡിസൈനേഴ്സ് വെച്ച് കൊടുക്കുന്ന വീട് അങ്ങനല്ല എന്നുള്ളതാണ്. എന്താണ്, ഒരു 12 ലക്ഷത്തോളം രൂപ വില മതിക്കുന്ന ഒരു ഗംഭീര വീടായിരിക്കും. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഉഗ്രം വീടായിരിക്കും അവർ വെച്ച് കൊടുക്കുന്നത്. അപ്പം എത്രയും അടുത്ത് തന്നെ നമ്മൾ പറയുന്നതനുസരിച്ച്, നമ്മൾ ഇവിടുന്ന് വിളിക്കുന്നതനുസരിച്ച് അദ്ദേഹം ഇവിടെ വന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലുമായിട്ടൊക്കെ നേരിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സനീഷേ, എന്താണ് പറയുന്നത്? വളരെ സന്തോഷം എന്ന് പറയുന്നത് കലാജീവിതത്തിൽ എനിക്ക് നേടാൻ പറ്റിയത് അവനിലൂടെ നേടിയെന്നുള്ളത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ അവനോട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എടാ എനിക്ക് നല്ലൊരു മകനാകാൻ പറ്റിയില്ല, നല്ലൊരു ഭർത്താവാൻ പറ്റില്ല, പക്ഷേ നല്ലൊരു അച്ഛനാകാൻ പറ്റിയെന്ന് ഞാൻ എപ്പോഴും അവനോട് പറയാറുണ്ട്. കാരണം അവനെ കൊണ്ടുപോകുന്ന റൂട്ട് കൃത്യമാണെന്ന് എനിക്ക് അറിയാം, അതവൻ എത്തിപ്പെടുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പിന്നെ ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക് സാധിക്കാത്ത അവനിലൂടെ സാധിച്ചു എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതിന് ഫ്ലവേഴ്സ് ചാനലിനോടും നമ്മുടെ ഇത് ഐറ്റം വേറെ ടീമിനോടും അർജുൻ സാറിനോടും എല്ലാവരോടും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും എന്നും ഉണ്ടായിരിക്കും. ഒരു കാര്യം ഷാജൻ വിട്ടുപോയതാണ്. ഇപ്പോൾ ഡിസൈൻ്റെ കാര്യം പറഞ്ഞപ്പം എങ്ങനെയാണ് ബിൽഡിംഗ് ഡിസൈൻ ചോദിച്ചപ്പോൾ പറഞ്ഞു സാധാരണ അവർ ചെയ്യാറും ഡിസൈനുണ്ട്. അതല്ല ഷാണ്, സൈന്ധവൻ്റെ ഡിസൈനാണ് ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞു അല്ലേ? അല്ല, അവൻ ഭയങ്കര പ്ലാനിങ് ഉള്ളവനാ. സൈന്ധവന്റെ ആഗ്രഹങ്ങളൊക്കെ അതാണ് അവന് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവൻ ഭയങ്കര വീടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നൊക്കെ ഓരോ സ്ഥലത്തൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ചെയ്യുന്ന കാര്യമൊക്കെ പറയുമ്പോൾ നീ ഉത്തർപ്രദേശ് ആകരുത്. സൈന്ധവേ, അല്ല ഇപ്പൊ മനസ്സിൽ ഒരു വീടിന്റെ പ്ലാൻ ഉണ്ടോ മനസ്സിൽ? എന്നാലും എന്തൊക്കെ വേണം എന്നോട് പറയാനുള്ളത് ആ വീട്ടിൽ എന്തൊക്കെ വേണം? വീട്ടിലോ ഒരു സോഫ വേണം, ഒരു സോഫ, ഒരു ജീവി വേണം, പിന്നെ വേണം, പിന്നെ ഒരു ഇത് വേസ്റ്റ് ബിൻ വേണം. കാരണം നീ ചില മോശം കൗണ്ടറുകളാണ് ഇടണം. വേണ്ടേ? നീ പറയാത്ത എന്താണ്? അതിപ്പോഴേ സനീഷ് ഒരെണ്ണം മേടിച്ചു. അപ്പോൾ എന്തായാലും ഒരുപാട് ബിൽഡിംഗ് ഡിസൈനേഴ്സിൻ്റെ മുരളി സാറിനും ഫാമിലിക്കും എനിക്ക് വളരെ പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു ഫാമിലിയാണ് മുരളി സാറും ടീച്ചറും ഫാമിലി എല്ലാവരോടും ഫ്ലവേഴ്സിൻ്റെ വകയായിട്ട് ഞങ്ങളുടെ ഇത് ഐറ്റം വേറെയുടെ ഭാഗമായിട്ടൊരു വലിയ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. ഒരുപാട് പേർക്ക് ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സാറ്. അപ്പോൾ ഇനിയും ഞങ്ങളോടൊപ്പം ഫ്ലവേഴ്സിനൊപ്പം ഈ പ്രോഗ്രാമിനൊപ്പം ഉണ്ടാവും ഞങ്ങൾ വിശ്വസിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദിയും ഒരുപാട് കടപ്പാടും അറിയിച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും സനിഷേട്ടനും സൈന്ധവും നിൽക്കുമ്പോൾ എപ്പോഴും ആലോചിക്കാറുണ്ട്
പറയാറുള്ള കാര്യമാണ്. നമ്മൾ ഫ്ലവേഴ്സ് ഐറ്റം വേറെ തുടങ്ങുന്ന സമയത്ത് ഈ കുടുംബത്തെ വിളിച്ചോണ്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ ആ കുടുംബത്തിനൊരു നല്ല കാര്യം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അല്ലേ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇനി ഒരുപാട് സന്തോഷങ്ങൾ ആ കുടുംബത്തിലേക്ക് വന്നു കയറട്ടെ. എന്നെ കൊണ്ട് പറ്റാതെ പോയത് എന്നുള്ളൊരു കാര്യമില്ല ദാസാ, നമ്മുടെ സമയം. അപ്പൊ താങ്ക് യു സരീഷ്. ഈ മാർഗം കുറച്ച് പൈസയ്ക്ക് വേണ്ടി നിൽക്കാം. ഇത് മാത്രം പോരല്ല നമുക്ക് സാധനം. ശരി താങ്ക് യു. ശരി, നല്ല കൈഡി. അപ്പോ മാർക്സ് കൊടുക്കാം. റെഡി വിജുക്കുട്ട ചേട്ടാ? ഞാനൊന്നും നോക്കണല്ലോ, 15,000 രൂപ. ഓ 15,000 രൂപ, അടിപൊളി. ചേട്ടാ? ഞാനൊന്നും നോക്കുന്നില്ല, ഞാനൊരു 15,000 രൂപ കൊടുക്കും. 15 27,000 രൂപ ആയിട്ടുണ്ട്. ഇതിവർക്കുള്ളതായിട്ടുള്ളൂ. ആ ഉത്തർപ്രദേശിലെ പഞ്ചായത്തിനോടുള്ളത് ചേർത്ത് കൊടുക്കണം. ശരി, പഞ്ചായത്ത് മുഴുവൻ ടോട്ടൽ എമൗണ്ട് ലിറ്റിൽ സൂപ്പർ സ്റ്റാർസിന്റെ അടുത്ത സിൽവർ പഞ്ച്. അനന്യ മോളുടെ ഫസ്റ്റ് സിൽവർ പഞ്ചാണ്. എത്രാമത്തെ സിൽവർ പഞ്ചാ? ഒന്നാമത്തെ. അപ്പൊ എനിക്ക് സിൽവർ പഞ്ച് അടിച്ചില്ലെന്ന്. അതാണ് അനന്യ മോളെ എന്താ പറയാനുള്ളത്? മോൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് ഹാപ്പിയാണ് അല്ലേ? ദേവി മോളെ എന്താണ്? രണ്ടാമത്തെ സിൽവർ പഞ്ചിന്റെ ഭയങ്കര അഹങ്കാരത്തിലാണ്. സന്തോഷം. സൈന്ധവേ? ഹാപ്പി, ഭയങ്കര സന്തോഷം. അപ്പൊ ഇനി എല്ലാ സ്കിറ്റും ഇതുപോലെ സിൽവറും ഗോൾഡും ഒക്കെ അടിക്കട്ടെ. എടാ നീ എല്ലാ എപ്പിസോഡും പറഞ്ഞ കേട്ടോ. ഞങ്ങൾ ദേവിയെ വിടുവാ. അതെ, ഞങ്ങൾക്ക് ദേവം മതി. ദൈവം അവന് ഭയങ്കര ഫീൽ ചെയ്യുന്നത്. തൽക്കാലം ദേവി എന്ന് പറഞ്ഞ് വിടുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഓക്കെ, നല്ലൊരു കൈഡി. അടിപൊളി. അപ്പൊ അടുത്ത എപ്പിസോഡ് അല്ല, അടുത്ത സ്കിറ്റിൽ നമ്മൾ പിന്നെ കാണാം. ഓക്കെ ഓക്കെ, ബൈ ബൈ. സെലിബ്രിറ്റി ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ടീം എസ് ആണ് വരാൻ പോകുന്നത്. ഇവിടെയുള്ള 2 എസ് ടീമിലെ ഒരു എസ് ആണ് വരാൻ പോകുന്നത്. സൂര്യശ്രീ ഉണ്ട്, ശ്രീജു ഉണ്ട്, ഷെജി ഉണ്ട്. ലെറ്റ്സ് വെൽക്കം ടീം എസ്. ഇത് ഐറ്റം വേറെ. ഹലോ എടി, നീ എവിടാ? അച്ഛൻ്റെ ചെത കത്തിക്കാൻ സമയമായി. നിനക്ക് അവസാനമായിട്ട് അച്ഛനൊന്ന് കാണണമെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത്. നിനക്ക് സിനിമ ഷൂട്ടിങ്ങിൽ ലൊക്കേഷനൊറ്റൊക്കെ നടന്നാൽ മതിയല്ലോ. നീ വരുന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് വാ. ഹലോ, ഇനി കുഞ്ഞുമോനൊന്ന് വിളിച്ചു നോക്കാം. അച്ഛൻ്റെ ഒരു ഫ്ലെക്സ് വയ്ക്കാൻ പറഞ്ഞിരുന്നേ. ഹലോ എടാ കുഞ്ഞുമോനെ, എടാ ജംഗ്ഷനിൽ അച്ഛൻ്റെ വലിയ ഫ്ലെക്സ് വെച്ചോടാ. പിന്നെ വലിയ ഫ്ലെക്സ് വെക്കാൻ നിന്റെ അച്ഛൻ 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിച്ചിട്ട് കിടക്കുകയല്ലേ? മരിച്ചു പോയതല്ലേ? ചെറിയൊരു പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ദിനത്തിനപ്പുറം പ്രസക്തിയില്ല. മാറി ചേലയില്ല ഒടുങ്ങുന്ന പെഞ്ചടങ്ങൾ. സ്ത്രീ ഞാൻ അമ്മയല്ല പെങ്ങളല്ല. ഞാൻ ഈ ലൊക്കേഷൻ ആയത് കാരണം വരാൻ ഒരു ഇച്ചിരി ലേറ്റ് ആയി പോയി, അതുകൊണ്ടാണ്. അയ്യോ, നീ എന്താടാ ഈ വേഷത്തില്? പിന്നെ അച്ഛന്റെ ചെത കത്തിക്കാൻ ഈ വേഷത്തിലല്ലേ എനിക്ക് ഷർവാണി ഇട്ടോണ്ട് പോകാൻ പറ്റും. ചിതയല്ല, സമാധിയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ട്രെൻഡിനൊപ്പം നടക്കടാ. ചുമ്മാ ചിത എരിച്ച് സമയം കളയാനായിട്ട് ഇനി ഇങ്ങനത്തെ ഒരു അവസരം കിട്ടുമോ? എടി, എന്റെ അച്ഛന് സമാധിയായിട്ട് മരിക്കണമെന്നല്ലായിരുന്നു ആഗ്രഹം, സമാധാനമായിട്ട് മരിക്കണമെന്നായിരുന്നു. ആ ആഗ്രഹം എന്തായാലും അച്ഛൻ സാധിച്ചു. നീ അച്ഛനെ പോയി ഒരു നോക്കി കാണും. നിന്റെ കയ്യിൽ എന്തുവാ? ചന്ദനം. എന്തിനാ? അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അച്ഛൻ മരിക്കുമ്പോ ചന്ദനം മുട്ടി വെച്ച് ദയിപ്പിക്കണമെന്നുള്ളത്. എനിക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലല്ലോ. എന്ന് വെച്ചാ പുഷ്പയാണല്ലോ കിടക്കുന്ന ചന്ദനമുട്ടി വെച്ച് കത്തിക്കാനായിട്ട്. ഞാൻ എന്ത് പറഞ്ഞാലും ദഹിക്കാത്തൊരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യനെ ഞാൻ ഇല്ലപ്പോ എല്ലാം കൂടെ വാരിപ്പറക്കിട്ട് ദയിപ്പിക്കാൻ. എടാ അതെ, അത് ആരുടെ സമാധിയാണ് അവിടെ ഇരിക്കുന്നത്? അത് സമാധിയൊന്നുമല്ല, തുളസിത്തറയാ. നീ അതും പറഞ്ഞോണ്ട് നിൽക്കാ. നീ അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെ, ഞാൻ പറയുന്നോണ്ട് നീ ഒന്നും വിചാരിക്കരുത്. ഞാനൊരു ഷോർട്ട് ഫിലിം ഡയറക്ടർ ആണെന്നുള്ള കാര്യം നിനക്ക് അറിയാലോ. അപ്പൊ ഞങ്ങളുടെ ഫിലിം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നായകന്റെ അച്ഛൻ മരിച്ചിട്ട് ചിത കത്തിക്കുന്ന ഒരു സീനുണ്ട്. ആ സീൻ ഞങ്ങള് ഇവിടെ എടുത്തോട്ടെ. ഓഹോ, അപ്പൊ അമ്മായി അച്ഛന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ട് വന്നതല്ല, നിന്റെ ഷോർട്ട് ഫിലിം പിടിക്കാൻ എന്റെ അച്ഛന്റെ ചെത വേണം അല്ലേടി? അയ്യോ, അങ്ങനൊന്നും വിചാരിക്കല്ലേ. ഇത് കടമക്കുടിയാ. കടമക്കുടിയല്ല, നോർത്ത് പറവൂര്. എടാ, ഇത് കടമക്കുടിയാണെന്ന്. എന്റെ എന്തോന്ന് കടമ? അച്ഛൻ എന്റെ അടുത്തൊരു ആഗ്രഹം പറഞ്ഞു. എടി മക്കളെ, എന്തെങ്കിലും ഒരു കാലത്ത് നീ ഒരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ മുഖം കാണിക്കാൻ നീ എനിക്കൊരു അവസരം തരണോന്ന്. ആ വാക്ക് പാലിക്കാൻ വേണ്ടിയാ ഞാൻ ചോദിച്ചത്. എടി, അത് അച്ഛൻ ജീവിച്ചിരുന്നപ്പോ കൊടുക്കണമായിരുന്നു, അല്ലാതെ മരിച്ച് ചെതേ കിടക്കുന്ന മനുഷ്യനല്ല അഭിനയിക്കാനുള്ള അവസരം ഉണ്ടായി കൊടുക്കേണ്ടത്. വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണം. അഭിനയിക്കാൻ ഒരു അവസരം കൊടുക്കാന്നല്ല ഞാൻ പറഞ്ഞത്, മുഖം കാണിക്കാൻ ഒരു അവസരം. അതായത് നമ്മൾ ചിതയുടെ അടുത്തേക്ക് ചെല്ലുന്നു, അച്ഛന്റെ മുഖത്തിരിക്കുന്ന 2 കഷ്ണം വിറവെടുത്ത് മാറ്റുന്നു, മുഖത്തിന്റെ ഒരു ക്ലോസ്, ചിതയുടെ ഒരു മിഡ് ഷോട്ട്,
ചിത കത്തിക്കുന്നതിന്റെ ഒരു വയത് അവസാന കാലത്ത് എന്റെ ചിതയെങ്കിലും ഒരു ഷോർട്ട് ഫിലിമിൽ വന്നല്ലോ എന്ന് ഓർത്ത് അച്ഛന്റെ ആത്മാവ് സന്തോഷിക്കും. എടാ ഇപ്പൊ തന്നെ ഓരോരോ ഫെസ്റ്റിവലിൽ എത്ര ഡയറക്ടേഴ്സാ നമ്മുടെ ഈ ഷോർട്ട് ഫിലിം കാണുന്നേ. ഈ ഷോർട്ട് ഫിലിം കണ്ടോണ്ടിരിക്കുമ്പോ ഇത് ആരുടെ പുകയാ ഇവരൊക്കെ കാണുന്നേ? നിന്റെ അച്ഛന്റെ പുക. ഇതയാണല്ലോ, അപ്പൊ പുക വരുമല്ലോ. എന്നാലും ഇതൊന്നും കാണാൻ എന്റെ അച്ഛന്റെ കൂടെ ഇല്ലാതെ. എടാ നമ്മൾ അഭിനയിക്കുന്ന പടം നമ്മളല്ല, നാട്ടുകാരാ കാണാനുള്ളത്. ഇങ്ങോട്ട് നോക്കി. ഇൻ കേസ് ഇതിനൊരു അവാർഡ് കിട്ടിയെന്നിരിക്കട്ടെ, ഈ അവാർഡ് വാങ്ങിച്ചോണ്ട് ആ വേദിയിൽ നിന്നിട്ട് ഞാൻ ആരുടെ പേരാ പറയുന്നത്? എന്റെ അച്ഛന്റെ പേര്. പേരെന്തായിരുന്നു? കാണിക്കാമൂട്ടിൽ പ്രഭാകരൻ. കാണിക്കാമുട്ടി നിൽക്കുന്ന കാണിക്കാമുട്ടിൽ പ്രഭാകരന് ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുന്നു. അത് മാത്രല്ല എടാ, ഇവിടെ ഓരോ നടന്മാരും മരിച്ചു കിടന്ന് അഭിനയിച്ചിട്ട് രക്ഷപ്പെടുന്നില്ല. അങ്ങനെയുള്ള കാലത്ത് നിന്റെ അച്ഛൻ മരിച്ചിട്ടല്ലേടാ അഭിനയിക്കുന്നത്. ഒന്ന് രക്ഷപ്പെടുത്തടാ. എന്തോ വേണം? എടാ ഞങ്ങളിത് ഷൂട്ട് ചെയ്തോട്ടെ. അത്രേ ഉള്ളൂ. അല്ല അങ്ങനെയല്ല, നായകൻ വണ്ടിയിൽ ഇരിപ്പുണ്ട്. നായകനുണ്ടോ? അതായത് ഈ നായകൻ എന്ന് പറയുന്നതേ ജനിച്ചിട്ട് ഇന്നേ വരെ അച്ഛനെ കണ്ടിട്ടില്ല. അപ്പൊ പുള്ളി അവസാനമായിട്ടും ആദ്യമായിട്ടും ഈ ചിതയിൽ വെച്ചിട്ടാ കാണുന്നത്. അതാണ് നമ്മുടെ കഥയുടെ ഒരു ക്ലൈമാക്സ്. എന്തോ നിങ്ങളുടെ കഥയുടെ പേര്? ചതിക്കാത്ത ചിത. അല്ല അങ്ങനെയൊക്കെ ആണ്, പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണ്ടേ? 4-5 ദിവസം ആലോചിച്ചിട്ടായിരിക്കും മാറ്റം കണ്ടുപിടിച്ചത്. എടാ പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇയാള് വലിയൊരു സെലിബ്രിറ്റിയാ. അപ്പൊ പുള്ളിയെ കൊണ്ട് നമുക്കൊരു ആദരാഞ്ജലി ഒക്കെ പറയിപ്പിക്കാടാ. വിളിക്കട്ടെ? സാറേ സാറേ കയറി വാ. അതെ, ഇതൊരു ചെറിയ സീനല്ലേ? അതെ അതെ അതെ. പിന്നെ എനിക്ക് എന്തിനാ ഡൂപ്പ്? അയ്യോ ഇത് ഡ്യൂപ്പല്ല, ഇതാണ് ഒറിജിനൽ. അച്ഛനാണ് മരിച്ചത്. എന്തിന്? അല്ല, നിങ്ങളുടെ അച്ഛൻ മരിച്ചോണ്ടാണല്ലോ ഇപ്പൊ ഈ ചിത ഈ ഷൂട്ടിന് വേണ്ടി അനുവദിച്ചത്. അതിനാണ് ഞാൻ ഈ താങ്ക് യു എന്ന് പറഞ്ഞത്. അല്ല സാറേ, താങ്കൾ ഒരു സെലിബ്രിറ്റി ആണല്ലോ, അപ്പം ഒരു ആദരാഞ്ജലി അർപ്പിക്കോ? ഏത് മില്ലില്? മില്ലിലോ? അർപ്പിക്കാൻ പറഞ്ഞു. അർപ്പിക്കാനല്ല, ആദരാഞ്ജലി അർപ്പിക്കോ? ഒരു അനുശോചനം. അതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ, പറയാലോ. സഹോദര, ഇന്ന് RIP ആയ നിങ്ങളുടെ അച്ഛന് VIP ആയ എന്റെ എല്ലാവിധ ഞാൻ നേരുന്നു. ഓക്കെ, സന്തോഷമായില്ലേ? സന്തോഷമായി. ഇത് നിങ്ങൾ പിടിച്ചോണ്ടിരിക്കാനല്ല, തരണം, മനസ്സിലായ? ഇയാൾ എന്തിനാ അയാളെ തല്ലുന്നത്? 1000 തവണ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇയർപോഡ് കയ്യിലിരിക്കണം, ഇത് ക്യാഷ് ഇട്ട് കൈ തരലെന്ന്. 1.5 ലക്ഷത്തിന്റെ ഇയർപോഡാണ് ഞാൻ ഇവിടെ പല തവണ പറഞ്ഞതാണ്. അവിടെ അങ്ങനെ പോയിട്ടാണ്. അതെ, ഇവളെന്ന് പറഞ്ഞ എന്റെ അച്ഛന് ജീവനാ. ഇന്നലെ മരിക്കുന്നതിന് മുമ്പ് വരെ ഇവളുടെ ഷോർട്ട് ഫിലിം കണ്ടിട്ട് അച്ഛൻ കിടന്നത്. കാലൻ എന്തേ താമസം കണ്ടു തീർന്നില്ല. ചെന്ന് കിടന്നുറങ്ങി, രാവിലെ തന്നെ കാലം വന്നു, താമസിച്ചില്ല, കൊണ്ടങ്ങ് പോയി. അയ്യോ, ഞാൻ കരുതി എന്റെ പരലോകം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ആയിരിക്കും കണ്ടേന്ന്. ആ ഷോർട്ട് ഫിലിം കണ്ടില്ലെങ്കിൽ എന്താ, അച്ഛൻ കറക്റ്റ് ആയിട്ട് ലൊക്കേഷനിൽ എത്തിയില്ലേ? അതെ, അതൊന്നും പറഞ്ഞോണ്ട് നിൽക്കരുത്. അത് രാവിലെ കൊണ്ടുവച്ച സാധനം. എനിക്ക് എന്റെ അച്ഛനെ ദഹിപ്പിക്കണം. നിങ്ങൾ 1-2 പറഞ്ഞോണ്ട് സമയം അങ്ങ് പോകും. നമുക്ക് സീൻ അങ്ങ് എടുത്താലോ? ഓക്കെ, സീനിൽ പോകാം. ഒരു കാര്യം ചോദിക്കട്ടെ, കഥയിൽ അച്ഛൻ എങ്ങനെയാണ്? കഥയിലല്ലല്ലോ, എന്റെ അച്ഛൻ ചിതയിലല്ലേ. അതല്ല പറഞ്ഞത്. എന്തായാലും ഇപ്പൊ ചിതയിലേക്ക് കിടക്കാണ്. ഞാൻ ഈ ചിത കത്തിക്കുന്ന സമയത്തെ ഈ കൂളിംഗ് ഗ്ലാസ് ഒന്ന് വെച്ചോട്ടെ. നമുക്ക് ചേരത്തില്ല. അല്ല, എന്താ സംഭവം അറിയുമോ, ഈ ചിതയുടെ പുക പോകണം എനിക്ക് ഇഷ്ടമല്ല. അത് പുക എനിക്ക് ഇഷ്ടമാത്ത കാര്യമാണ്. ആര് പറഞ്ഞു? നിന്നെ കണ്ടറിയാലോ നീ നല്ല പുകയാണ്. അതായത് നമുക്ക് ഈ സീനിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല സെന്റിമെന്റ്സ് ആയിട്ട് ഭയങ്കര വികാരഭരിതനായിട്ട് വേണം സാർ ആ ഡയലോഗ് പറയാനായിട്ട്. അപ്പൊ ആ ഡയലോഗ് ഞാനിപ്പം വായിച്ചു കേൾപ്പിക്കാം. അച്ഛൻ എന്തിന് ഇങ്ങനെ ഒരു പിതൃത്വം തന്നു? സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ എന്റെ അമ്മയുടെ ഉദരത്തിലേക്ക് എന്തിനെന്നെ ദാനം ചെയ്തു? അതൊരു തെറ്റായി പോയി എന്നറിഞ്ഞ നിമിഷം ഗർഭാവസ്ഥ ശിശുവായി എന്നെ കൊന്നുകൂടായിരുന്നോ എന്ന് പറഞ്ഞ സാറങ്ങ് പൊട്ടിക്കരയുവാ. അച്ഛൻ എന്തിന് എനിക്ക് ഇങ്ങനെ ഒരു പ്രഥമം തന്നു? പിതൃത്വം തന്നു. പിതൃത്വം തന്നു. സാഹചര്യത്തിന്റെ സന്ദർഭങ്ങളിൽ ഒരു ചഞ്ചലാട്ടം ഉണ്ടായപ്പോൾ എന്റെ അമ്മയുടെ ഉദരത്തിലേക്ക് നിങ്ങൾ എന്നെ ദാനം ചെയ്തു. നിങ്ങൾ എന്തോ ഒരു അച്ഛനാണ് അച്ഛാ. അച്ഛാ, ചുമച്ച് തിന്ന ഡയലോഗ് പറയണ. ഈ ഞാൻ പഠിക്കട്ടത്. നാടന്റെ അവസ്ഥ കേട്ടാ. ഗർഭാവസ്ഥ കാലത്തിലും എന്റെ അമ്മയ്ക്ക് സമാധാനം നിങ്ങൾ കൊടുത്തില്ല. നിങ്ങൾ എന്തൊരു അച്ഛൻ. നടനാണി സാർ. അങ്ങനല്ല, നമുക്ക് എന്താ സീൻ അങ്ങ് എടുത്താലോ? അപ്പൊ അങ്ങനെ സീൻ എടുക്കുകയാണെങ്കിൽ സാർ ഇപ്പൊ അവിടെ പോകുന്നു, വലം വെക്കുന്നു, കുറച്ച് മന്ത്രങ്ങൾ ചൊല്ലുന്നു, സാറിന്റെ തലയിൽ കുടം എടുത്തു വെക്കും, ഇവനൊരു കൊത്തു കൊത്തും. ഇത്രേ ഉള്ളൂ സംഭവം. അപ്പൊ സാറേ ആ കുടം എടുത്തൊന്ന് തലയിലേക്ക് വെക്കുന്നു. അയാളെ പതുക്കെ ഒന്ന് കൊട്ടടാ. ഇത് മനഃപൂർവ്വമാണ്, അറിഞ്ഞോണ്ടാണ്. ഇവ മനഃപൂർവ്വമാണ്. എന്താ സാറേ ഇത്? കലത്തിലിട്ട് കൊത്താൻ പറഞ്ഞപ്പോഴേ അവന്റെ തലക്കിട്ടാണ് കുത്തിയത്. എന്ത് പരിപാടിയാണോ നീ കാണിച്ചത്? നീ ഇങ്ങോട്ടാ ഇത് നോക്ക്.
ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയണ്ട്. അല്ല, അവൻ പറയുന്നതിന് തെറ്റില്ല സാറേ, ഒരുപോലെ ഇരിക്കുന്നു. വേണ്ട, ഞാനില്ല, ഞാൻ ഈ സീൻ അഭിനയിക്കല്ല. ഈ സീൻ വേണ്ട, ഈ സീൻ വേണ്ട. ഞാൻ ഈ സീൻ ഇല്ലാതെ പറ്റത്തില്ല സാറേ നമുക്ക്. കലം പൊട്ടിക്കുന്ന സീൻ വേണ്ട, വേറെ എന്തെങ്കിലും സീൻ പറ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിത കത്തിക്കുന്ന സീൻ എടുക്കാം. അതാ നല്ലത്, ചിത കത്തിക്കുന്ന സീൻ എടുക്കാം. സാറേ അത് എടാ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണേടാ ഇതെല്ലാം ഒന്ന്. ചെല്ലി. ചിത എന്താ കത്തിക്കണം, എന്നെ കത്തിക്കല്ലേ? സാറേ ആ തീപ്പന്തം എടുത്ത് കയ്യിലോട്ടൊന്ന് വെക്കുന്നു. ഓക്കെ ആണേ? ഓക്കെ. സാർ ടേക്ക് പോ, ആക്ഷൻ. അയ്യോ 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 അയ്യോ, കട്ട് പിടിക്ക്, കട്ട് പിടിക്ക്. കട്ട്. എന്തുവാ സാറേ ഇത്, എന്തുവാടാ ഇത്? ആ കിടക്കണ ആരടി? നിന്റെ അച്ഛൻ ആണല്ലോ. ആണ്. അപ്പൊ അങ്ങനെ ചെത കത്തിക്കേണ്ട ആരാ? നീയാ. ഞാനല്ലേ? പിന്നെ എവനെന്തിനാ കാര്യം കത്തിച്ചത്? സാർ എന്ത് പണിയാ സാറേ കാണിച്ചേ? അഭിനയിക്കാൻ പറയുമ്പോ ജീവിച്ച് കാണിക്കുന്ന ആളാണ് ഞാൻ. ചുമ്മാ പന്തം കൊണ്ട് കൊണ്ടുപോയല്ലോ, അവിടെ ഒരു കർപ്പൂരം ഉണ്ടായിരുന്നു. കർപ്പൂരത്തിൽ തീ പിടിക്കുന്ന എനിക്കറിയാൻ പാടില്ല. കൊച്ചു കുട്ടിയൊക്കെ അറിയാടാ കർപ്പൂരത്തിൽ തീ കാണിച്ച കത്ത് വന്ന്. നിനക്ക് അറിഞ്ഞൂടാ മുതുക്കെ, നീ ഒറ്റ ഒരുത്തനേക്കാ കാരണം. നീ ഓർത്ത് വെച്ചോ, നിനക്ക് സിനിമ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞില്ലേ ഞാൻ വിട്ടു തന്ന. അപ്പൊ അച്ഛനെ കത്തിക്കേണ്ട ഞാനല്ലേ അടി? ഇവനെന്തിനാണ് കത്തിച്ചത്? എനിക്ക് എന്റെ അച്ഛനെ കത്തിക്കാൻ പറ്റിയില്ല. അതെ, വെക്കേണ്ട സാധനമല്ല, കത്തിക്കേണ്ട സാധനം. ഇനിയിപ്പോ അച്ഛൻ അറിയില്ല, ആരാ കത്തിച്ചെന്ന് അറിയൂല. അതാണ് ഞാൻ എന്റെ അടുത്ത് വന്ന് നീ ന്യായം പറയുന്നത്. എനിക്ക് നിന്നെ കണ്ണിനെ കണ്ടോ പോടാ. എടാ ഇപ്പൊ എന്ത് പ്രശ്നം എന്തുവാ? എന്റെ അച്ഛന്റെ ചെത കത്തിച്ച്. അത്രയല്ലേ ഉള്ളൂ, അതിനൊരു സൊല്യൂഷൻ ഞാൻ പറയാം. ഇന്നിപ്പൊ നിന്റെ അച്ഛൻ മരിച്ചപ്പോ അങ്ങാര് കത്തിച്ച്, നാളെ അയാളുടെ അച്ഛൻ മരിക്കുമ്പോ നീയും പോയി കത്തിക്ക്. എന്റെ അച്ഛനെയും കത്തിച്ച് എനിക്കിതാ കോംബോ ഓഫർ തരുന്നേ. നല്ലൊരു കൈഡി ചേട്ടാ. പിന്നെ ഈ കോണ്ടന്റിൽ എനിക്ക് തോന്നണത് നല്ല സാധനങ്ങൾ ചെയ്യാമായിരുന്നു. അവർ വെറൈറ്റി ആയൊരു സാധനമായിരുന്നു. കാരണം ഇവരുടെ വരവും ഇനി എന്താകും ആ ചിതയിൽ അങ്ങനത്തെ ഒരു കോമഡി കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ചു. പിന്നെ അതിനകത്ത് ഒരു ആവർത്തന വിരസത ഉള്ള കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. കാര്യങ്ങൾ പറഞ്ഞു പോകണുള്ളൂ, ഹ്യൂമർ ഒട്ടും ഉണ്ടായിരുന്നില്ല. 3 പേരുടെ ഭാഗത്തു നിന്നും അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഇവരുടെ കാര്യങ്ങൾ പറയും. എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമാക്കുമെന്നറിയാം. ഗംഭീരമാക്കിക്കൊണ്ടും വാ കേട്ടാ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ചേട്ടാ, നമ്മൾ ചില വിഷയങ്ങളുടെ കുഴപ്പമാണത്. കാര്യം നിങ്ങളുടെ കുഴപ്പമല്ല. കാര്യം നമുക്ക് ഈ ഒരാളെ ചിത കത്തിക്കുക അല്ലെങ്കിൽ ഒരു മരണം സംബന്ധമായൊരു വിഷയം നമുക്കൊരിക്കലും അങ്ങനെ പറയുമ്പോൾ നമുക്ക് ചിരി വരത്തില്ല, ചിരിക്കാൻ തോന്നാത്തൊരു പ്രശ്നമുണ്ട്. കാര്യം ഇതിനകത്തൊരു പരിധിയുണ്ട് കളിക്കാൻ. നിങ്ങൾ 3 പേരും ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ ഷജീറ, ശ്രീജു, സൂര്യശ്രീ അടുത്തതിൽ പൊളിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ ഈ തെരഞ്ഞെടുത്ത വിഷയം തന്നെയാണ് എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ ഈ മരണവീട് വെച്ച് നമ്മൾ ഒരുപാട് തമാശകൾ നമ്മൾ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ഛനെ വെച്ചിട്ടാണ് ഈ തമാശകൾ പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോ തമാശകൾ പറയുമ്പോഴും അയ്യോ അത് വേണോ ഒന്നിങ്ങനെ ചിന്തിച്ച് പോവുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇതിന് നിങ്ങൾ ആ തിരഞ്ഞെടുത്ത അത് ആ ഒരു വിഷയം തന്നെയാണ് ഇന്നത്തെ ഒരു വില്ലനായിട്ട് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് ടൈം ഇതുപോലുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കുക. നിങ്ങൾ 3 പേരെയും പെർഫോമൻസിനെ പറ്റി പറയേണ്ട കാര്യങ്ങളില്ല. വളരെ ലൈഫായിട്ട് നിന്ന് പെർഫോം ചെയ്യുന്ന ആളുകളാണ് 3 പേരും. പക്ഷേ ഇന്നത്തെ വിഷയമാണ് ഇച്ചിരി പാളിപ്പോയത്. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഗംഭീര പൊട്ടിച്ചിരികളായിട്ട് വരണം. ഓക്കെ, ഓൾ ദ വെരി. തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ പിന്നെ ഒരു ചെറിയ സന്തോഷം പറയാം. എന്താ? നമ്മുടെ എല്ലാമായ ഷജീറിന്റെ ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ കൂട്ടത്തിൽ ആ സന്തോഷം നമുക്കൊന്നുകൂടെ ആഘോഷിക്കാം. ഷജീർ അവരെ ഇങ്ങോട്ട് വിളിക്കാം. ആരൊക്കെയാ വന്നിരിക്കുന്നത്? വൈഫ്, 2 കുട്ടികള്, പിന്നെ മാമന്റെ മോൻ. ഓക്കെ, അപ്പൊ വൈഫ്, 2 കുട്ടികള്, മാമന്റെ മോൻ, ഇവര് 4 പേരെയും നമുക്ക് ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യാം. അപ്പൊ നമ്മുടെ കുടുംബത്തിലേക്ക് ഷജീറിന്റെ കുടുംബത്തിന് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമസ്കാരം. എന്താ ഷജീറിന്റെ വൈഫിന്റെ പേരെന്താണ്? ഫിഫ്ന. ഫിഫ്ന. ഒരു വെറൈറ്റി പേരാണ് കേൾക്കാത്തൊരു പേര്. ഫിഫ്ന നമ്മുടെ ഷോ കാണാറുണ്ടല്ലോ അല്ലേ? എന്ത് ചോദ്യം അല്ലേ? ഓക്കെ, മക്കളുടെ പേരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞേ? ആദം പൊളിയാണ്. മറ്റവന്റെ പേരെന്താ? സെയ്ഹാൻ. ഓക്കെ, ഏത് ക്ലാസ്? സെയ്ഹാൻ ഏത് ക്ലാസ്സിലാ? 1ാം ക്ലാസ്. തിരുവള്ളൂർ 1ാം ക്ലാസ്സിൽ. ആദോ? അവന്റെ നിപ്പ് കാണുമ്പോ ഷജീറ കേട്ടോ. അതെ. മാമന്റെ മകന്റെ പേരെന്താണ്? റഫീഖ് എന്താ ചെയ്യുന്നത്? ഞാൻ ഇന്റീരിയർ ഡിസൈനർ ആണല്ലേ? ഓക്കെ. ഇന്നത്തെ ഇത് കണ്ട് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ഇങ്ങനെ ഡള്ളായിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇവന്മാർ അടുത്ത സ്കിറ്റിൽ ഗംഭീരമായിട്ട് പൊളിക്കും. അത് വേറെ മറ്റേ ഗോൾഡൊക്കെ അടിച്ചിട്ട് വരുള്ളൂ. അപ്പൊ ഇന്ന് നമ്മളങ്ങ് ആഘോഷിക്കുക. നിങ്ങൾ വന്നു എനിക്ക് തോന്നണേ ഷജീറൊക്കെ എനിക്ക് തോന്നുന്നു മനഃപൂർവ്വം കൊണ്ടുവന്നാണെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ ഇവര് മനസ്സിലാക്കണ ഞങ്ങൾ അവിടെ പോയി ചെയ്യണത് ഒരു വിലയിലല്ല. പൊതുവേ നമുക്ക് ഫാമിലി വരുമ്പോഴേ നമുക്കൊരു ടെൻഷനുണ്ട് അല്ലേ? ഷജീറിന്റെ മുഖത്ത് ആ ടെൻഷൻ ഉണ്ടായിരുന്നു. ഫാമിലി ഇരിക്കുന്നുണ്ട്, എങ്ങനെ? അല്ല, സത്യം പറഞ്ഞ ഷജീറിന്റെ ബുദ്ധിമുട്ട് ഇവരെ അറിയിക്കുന്ന ഓർത്തല്ല ഇപ്പൊ അവന്റെ പ്രശ്നം. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ് മാർക്ക് കുറഞ്ഞുള്ള ഇവന്റെ അതായത് ഇത് നികത്താൻ വേണ്ടിട്ട് ഇവര് മിമിക്രി ചെയ്യില്ലേ? ചെയ്യുമല്ലോ. എന്തൊക്കെയാ ചെയ്യുന്നേ? കുക്കർ. പിന്നെ അടുത്തത് ഹെലികോപ്റ്റർ. ആദത്തിന്റെ 2ാമത്തെ ഐറ്റം
ഇനി ഏതാ? ഓ ഭയങ്കര നീ വണ്ടർഫുൾ. അടിപൊളി അടിപൊളി അടിപൊളി. ലിഫ്ന, ഈ ഷജീർ വീട്ടിൽ എങ്ങനെയാണ്? ഫുൾ ടൈം തമാശയാണോ വളരെ സീരിയസ് ആണോ? സീരിയസ് ഒന്നല്ല, പാവാണ്. പാവാണ്. ഇത് പറഞ്ഞു പറയിപ്പിച്ചതാണല്ലോ ഇവൻ. എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? 8 വർഷം. 8 വർഷം. അപ്പൊ ഇതുപോലെ അടിപൊളിയായിട്ട് പോട്ടെ. ആളെ ആദ്യമായിട്ടാണ് ക്യാമറ മുമ്പ് വരുന്നത്. ആണോ? എന്റെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എന്റെ ഫോണിലെ ഗാലറിയിലോ പോലും വെള്ള ഫോട്ടോ ഇല്ല. ഫോട്ടോ എനിക്ക് നിൽക്കൂല. ആദ്യമായിട്ടാണ് ഒരു ക്യാമറക്കും പിന്നെ വരുന്നത്. അതിന്റെ ടെൻഷൻ ഉണ്ട് പുള്ളിക്കാരി. നീ ഭാഗ്യവാനല്ലേ ഇൻസ്റ്റാഗ്രാം നോക്കൂല. അപ്പൊ എന്തായാലും സന്തോഷം. അതെ അതെ, ഷജീറിന്റെ ഫാമിലിക്ക് ഒരു നല്ല കൈഡി. അപ്പൊ ഇവരുടെ മാർക്സ് 5000 രൂപ. 5000 രൂപ. ഷാജൻ ചേട്ടാ? ഞാൻ അവർക്ക് ഒരു 5000 രൂപ ഞാൻ കൊടുക്കും. 5000 രൂപ. ഓക്കെ, ഞാൻ അയച്ചു കഴിഞ്ഞു. ടോട്ടൽ എമൗണ്ട് 5000 രൂപ. നേരത്തെ പറഞ്ഞ പോലെ കിട്ടിയ കണ്ണല്ല ഈ വഴിക്ക് അങ്ങ് പോട്ടെ. ഉഷാർ ഐറ്റമായിട്ട് അടുത്ത പ്രാവശ്യം ഇതിന്റെയും കൂടെ ചേർത്ത് വാങ്ങിക്കണം. ഓക്കെ ഓക്കെ, ശരി. ഇന്നത്തെ സമയം ഏതാണ്ട് കഴിഞ്ഞോ? ആ, പണ്ടത്തെ പോലല്ല. സ്കിറ്റ് സ്റ്റാൻഡേർഡ് വേറെ സമയം പോകും. ഇതേപോലെ ചിരിപ്പിക്കാൻ ഞങ്ങള് അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.